3 പോത്തുകളെ വെച്ച് വ്യാപാരം തുടങ്ങിയവനാണ് ഈ ബെല്ലാരി രാജ. ഇപ്പൊ എനിക്ക് 3000 പോത്തുകളുടെ വ്യാപാരമുണ്ട്. പിന്നെ ഞാൻ ദുബായിൽ വന്നത് എന്തരനാണെന്ന് ചോദിക്കും. ചെല്ല ഉള്ളത് പറയാല്ല. ഈ പോത്തിന്റെ കച്ചവടം നിർത്തിയിട്ട് ഒട്ടകത്തിന്റെ കച്ചവടം തുടങ്ങിയാലോ എന്നൊരാലോചന. കാരണം പോത്തിന്റെ ആയാലും ഒട്ടകത്തിന്റെ ആയാലും പിറകിൽ ഞാൻ നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ല, ഈ വാല്. ആരാ അനക്കെന്താ അവിടെ കാര്യം? ഞാൻ മാണിക്യം, രായമാണിക്യം. ഇത് വാങ്ങിക്കും, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. തള്ളയവൻ പുലിയാണ് കേട്ടാ, വെറും പുലിയല്ല, കഴുതപ്പുലി. നിന്റെ പേരെന്തര്? നമ്മളെ പേര് ഗഫൂർ കാ ദോസ്ത്. ഇവിടെ ഇരിക്കുന്ന പലരും ഗൾഫിലേക്ക് എത്തിച്ചേ നമ്മളാ. ഇവർക്കെല്ലാം നമ്മൾ നന്നായിട്ട് അറിയാം. ഇനി നീ പറ, നീ ആരാണ്, അനക്കെന്താ വേണ്ടത്? അപ്പൊ ഞാൻ ആരാണെന്നും എന്തരാണെന്നും അറിയണം അല്ലേ? ഒരു പാതിരാത്രിക്ക് ഒരു ബാറിന്റെ കിളിവാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യം കേൾക്കണം. നീ ആരാണ്, നിനക്കെന്തൊരു വേണമെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്വാർട്ടർ വേണമെന്ന്. അപ്പൊ ആ കൂതറ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി പറയണം, നിനക്ക് തരാ ഇവിടെ ക്വാർട്ടർ ഇല്ലെന്ന്. പിന്നെ പിറകെ വന്ന് വിളിച്ച് ബ്ലാക്കിനൊരു ഫുള്ള് തരാന്ന്. ഫുള്ളിന്റെ വില കേട്ടപ്പോ അന്ന് ഓടിയ ഓട്ടക്കോണ് ഇന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഈ എന്ത് ഭാഷയാണ് പറയുന്നത്? ഇത് മലയാള ഭാഷ. എടോ, മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കോഴിക്കോടൻ ഭാഷ, അതാണ് ഫുടമായ ഭാഷ. തള്ളേ കൊള്ളാം, കേട്ടല്ല ഫുടമായ ഭാഷ. കുത്തിരിക്ക് നിങ്ങൾ ആടെയാണ് ഞാട്ടക്ക്. അതൊക്കെ തിരുവനന്തപുരം ഭാഷ, പൊളപ്പം ഭാഷയാണ് കേട്ടാ. ബെസ്റ്റ്. തള്ളേ പുള്ളേ ഇതാണ്ടോ നല്ല ഭാഷ. പിന്നെ അപ്പിയിട്ട വെള്ളം, ഇതൊക്കെയാണ് മനുഷ്യന്മാർ കുടിക്കുന്നത്. നമ്മളെ നാട്ടിൽ അപ്പിയിട്ട വെള്ളം എന്ന് പറഞ്ഞാൽ കയ്യോണ്ട് തോന്നില്ല. നമ്മളെ ഭാഷയെ തൊട്ട് കളിച്ച അടിച്ച് നൂത്തളയും കേട്ടാ. ഈ നമ്മളെ ഭാഷനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഭാഷനെ കൊണ്ടുവരും. അല്ലേ അതാര് ഭാഷ ഭാഷ എന്നൊക്കെ പഠിക്കും പാറ്. ഭാഷാ തിട്ടം ജയിക്കും പാറ്. കൊണ്ടായിൽ ഇവർ പേരെ ചൊന്ന അറബിക്കടൽ അലറും പാറ്. പള്ളിപ്പയൽകൾ ചതിയെല്ലാം ചൊല്ലി അടിക്കും സൂറൻ പാറ്. 100 മുഖങ്ങൾ മാറി വന്നും 7 മുഖത്തിൽ இருக்கும் வீரன். எப்படி இருக்குங்க? நல்லதுங்க. അതെ, നിങ്ങളെ മൂപ്പർക്ക് ശരിക്കും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഒരു ഭാഷ. തള്ളേ ഭാഷേ? എനിക്ക് ഒരേ ഒരു ഭാഷ അറിയാവൂ, അതാണ് തിരുവനന്തപുരം ഭാഷ. എനിക്ക് ഇനിയൊരു പേരിருக்கு, മാണി ഭാഷ. തള്ളേ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഉറുദു ഭാഷ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്തൊരു മാണിക്യ ഭാഷ? അതിരിക്കട്ടെ, ഭാഷ എപ്പ വന്ന്? நான் எப்ப வரும் எப்படி வரும்னு யாருக்கும் தெரியாது. തള്ളേ ഇവ അപ്പ കള്ളനാണല്ലേ? ஆனா வரும் டைம்ல கரெக்டா வந்துடுவேன். അപ്പ ഇവൻ സൂപ്പർ ഫാസ്റ്റിന്റെ ഡ്രൈവറാണ് കേട്ടാ. லேட்டா வருவாங்க, ஆனா லேட்டஸ்டா வருவாங்க. ലേറ്റായിട്ട് വന്നാ നീ മന്ത്രി തന്നെ കേട്ടാ. അതിരിക്കട്ടെ ചെല്ലക്കിളി, നിന്റെ കൂടി ആരൊക്കെ വന്ന്? பன்னிங்க தான் கூட்டமா வருவாங்க, ஆனா சிங்கம் சிங்கிளா தான் வருவாங்க. എന്റെ ആണ്ടവാ, ஆண்டவ சொல்லுற அருணாச்சலம் முடிக்கிற എവ അടിയുമാച്ചോണ്ടേ പോവും. ஏய், நான் சுற்றி சுற்றி அடிப்பேன், பறந்து பறந்து அடிப்பேன், சவுக்க வச்ச அடிப்பேன். ഡാപ്പിടേ, ഇതിൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ. நான் ஒரு தடவை சொன்ன 100 தடவை சொன்ன மாதிரி. വാ തന്നെ തന്നെ. അവസാനം വൈദ്യരെടുത്തുകൊണ്ടുപോയി തടവേണ്ടി വരരുത്. எனக்கா 6க்கு மேல 7டா, சிவாஜிக்கு மேல 7டா, 7க்கு மேல 8டா. எவனு வட்டாடா? ஏய், அளவுக்கு அதிகமா ஆசைப்பட ஆம்பளையும் அதிகமா கோப்பட பெண்களையும் நல்ல வாழ்க்கை பண்ண சரித்திரமே கிடையாது. இது நான் சொல்ல வார்த்தை இல்ல, ஆண்டவ சொல்ல வார்த்தை. നിർത്ത്. കുറെ നേരമായല്ല രജനീകാന്തിന്റെ പടത്തിലെ ഡയലോഗുകളും മറ്റും വച്ച് അലക്കണത്. എടാ, നീയൊക്കെ കൂടിയല്ലേടാ മുല്ലപ്പെരിയാറിലെ വെള്ളങ്ങളും മറ്റും തമിഴ്നാട്ടിലോട്ടൊക്കെ ഊറ്റിക്കൊണ്ട് പോയത്. ஏய், இந்தியா இஸ் மை கண்ட்ரி, ஆல் ரிவர்ஸ் ஆர் மை பிரதர்ஸ் அண்ட் சிஸ்டர்ஸ். அப்படி பார்க்கும்போது அந்த முல்லை பெரியார் நாங்க தமிழருக்கும் சொந்தம். எப்படியா, புரிஞ்சுதா? അല്ല, ഇതാകെ പ്രശ്നമായല്ലോ. ഇതിപ്പോ തമിഴ്നാട് കേരളം തമ്മിൽ അടി നടക്കുന്ന തോന്നണേ. പോലീസിനെ വിളിക്കാതെ ഒരു രക്ഷയില്ല. ഹലോ, ഇൻസ്പെക്ടർ ബലറാം സാറല്ലേ? ഉടനെ വരണം സാർ. ഇവിടെ കേരളവും തമിഴ്നാടും തമ്മിൽ അടി നടക്കുക. चुप रहो। बॉम्बे से गांधी गली में बलते बलते तुम एक से मत बैठे कि तुम चुरकी दुनिया शेर बन गया।
लेकिन एक मजबूर कि जब एक शेर जंगल में आता है तो तुम जैसे गीतक अपनी हेवियत, अपने प्रचु टीको बैठे और यकीन मानो कि आज तुम्हारा सामने एक शेर से आगे और उसका नाम है ഇൻസ്പെക്ടർ ബൽറാം. ഇൻസ്പെക്ടർ ബൽറാം. പടച്ചോനെ ഇതുവരെ മലയാളം തമിഴും സഹിച്ചാൽ മതിയെന്ന്, ഇനിയിപ്പോ ഹിന്ദിയും സഹിക്കണം. പറയൂ, എന്താ നിങ്ങളുടെ പ്രോബ്ലം? കം ടു ദ പോയിന്റ്. സാർ, ഇത് വെറും വെള്ളത്തിന്റെ പ്രശ്നമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം തരൂലാന്ന് കേരളവും കൊണ്ടുപോകുന്ന തമിഴ്നാടും, അതും പറഞ്ഞാണ് ഈ അടി. വെള്ളം, കേരളവും തമിഴ്നാടും തമ്മിലുള്ള വെള്ളത്തിന്റെ പ്രശ്നം ഇന്നത്തോടെ തീരണം. മുള്ളിനെ ഫുള്ള് കൊണ്ട് തന്നെ എടുക്കണം. തള്ളേ പുള്ള. അതെ, ഫുള്ള്. വെള്ളത്തിന്റെ പ്രശ്നം തീരണമെങ്കിൽ ഈ വെള്ളം തന്നെ വേണം. തള്ളേ സാറ് പുലി തന്നെ കേട്ടാ. എന്നാ അതിന്റെ അകത്ത് ഒഴിക്കാനുള്ള വെള്ളം എന്റെ ഭാഗം. അച്ചാറ് നമ്മളെ കയ്യിലുണ്ട്, എന്നാ ഒഴിച്ചോ. முடியாது തള്ളേ എന്തൊരു മുടിയാത്. முடியாது. கிளாஸ் இல்லாம எப்படி குடிக்கும்? ஊத, தண்ணி ஊத. ആദ്യത്തെ അണ്ണം തന്നെ കുടിക്കും. அப்பா கப்பத்துங்க. പടച്ചോനെ, വന്നപ്പോ എന്തായിരുന്നു വേളം? ഒരെണ്ണ അകത്തി ചെന്നപ്പം ആള് താഴെ പോയി. ഇതെന്ത് പറ്റി? തള്ളേ മനസ്സിലായില്ലല്ലേ? ഇങ്ങേര് ഒരെണ്ണ അടിച്ച അത് 100 എണ്ണ അടിച്ച മാതിരിയാണ്. പൊക്കി പൊക്കി.